രണ്ടുപേരും തമ്മിലൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒരാൾ ലോജിക്കൽ മൈൻഡഡ് ആയിരിക്കും, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തിയും മറ്റേ ആൾ ഇമോഷണൽ സൈഡായിരിക്കും, കുറച്ചുകൂടെ നർച്ചറിങ് ആയിട്ടും ഇമോഷണലി ആൾക്കാരെയൊക്കെ കെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഫാമിലിയെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത് മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും മെയിൽസ് ലോജിക്കലും ഫീമെയിൽസ് ഇമോഷണലും ആണെന്ന്. തിരിച്ചും ആകാം, ഫീമെയിൽസ് ലോജിക്കലും മെയിൽസ് ഇമോഷണലും ആകാം. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം ഈ പാർട്ട്നേഴ്സ് പലപ്പോഴും ഇവരുടെ കംപ്ലൈൻറ്റ് ഇതായിരിക്കും. ഇപ്പോൾ ഇമോഷണലായിട്ടുള്ള വ്യക്തി പറയും മറ്റേ വ്യക്തി ഭയങ്കര ലോജിക്കലാണ്, ബ്രൂട്ടലി കോൾഡാണ്, പുള്ളി എപ്പോഴും ഫാക്റ്റും ഫിഗറും ജോലിയും ആ കാര്യങ്ങൾ വെച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോജിക്കലായിട്ടുള്ള വ്യക്തി പറയുന്നത് ഈ വ്യക്തി ഫുള്ളി ഇമോഷണലാണ്, എല്ലാം ഇമോഷണലായിട്ട് കാണുന്നു, കരച്ചിലും പിഴിച്ചിലും മാത്രമേ ഉള്ളൂ, സോഫ്റ്റാണ് എന്നും പറയും. അപ്പം ശരിക്കും ഞാൻ അവരോട് പറഞ്ഞത് ഇതല്ലേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയത്. നിങ്ങൾ രണ്ടുപേരും ലോജിക്കലായിട്ട് നീങ്ങുകയാണെങ്കിൽ അതൊരു ഇമോഷണൽലെസ് റിലേഷൻഷിപ്പാണ്. രണ്ടുപേരും ഇമോഷണലാണ്, രണ്ടുപേരും കോൺഫ്ലിക്റ്റഡ് ആവുകയാണ്, രണ്ടുപേരും തമ്മിൽ എപ്പോഴും കരച്ചിലും പിഴിച്ചിലും ഇത് മാത്രമേ ഉള്ളൂ. ലോജിക്കലി തിങ്ക് ചെയ്യാനൊരു വ്യക്തി അവിടെ ഇല്ല എങ്കിൽ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങില്ല. ഒരു വ്യക്തിയുടെ ഔട്ട് ഗോയിങ് മൈൻഡ് സെറ്റ്, ജോലി ചെയ്യണം, അതല്ലെങ്കിൽ ഫാമിലിയുടെ മന്ത്ലി എക്സ്പെൻസുകളും ഫിനാൻസസും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു പാർട്ട്ണറും കുട്ടികളെ നോക്കുകയും ഫാമിലിനെ ഒന്നിച്ച് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന മറ്റേ പാർട്ട്ണറും, ഈ രണ്ടു പേരുടെ കോമ്പിനേഷനാണ് ഐഡിയൽ റിലേഷൻഷിപ്പ്. അതാണ് ആക്ച്വലി വേണ്ടത്. എന്നാൽ നമ്മളതിനെ വീക്ക്നെസ് ആയിട്ട് കാണുകയും അതിൻ്റെ പേരിൽ കോൺഫ്ലിക്റ്റ് ആവുകയും ചെയ്യും.